എൻ്റെ കുട്ടികളെല്ലാവരും നീറ്റ് എക്സാമിന് വേണ്ടി പഠിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ? ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തംബ്നെയിൽ കണ്ടിട്ട് നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നതും ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളതും ബയോളജിയാണ്. അപ്പം ഇപ്പോഴും കുറേ പേർക്ക് അറിയാത്തൊരു കാര്യമാണ് എങ്ങനെയാണ് നമ്മളുടെ NCERT ടെക്സ്റ്റ് ബുക്ക്, പ്രത്യേകിച്ച് ബയോളജിയുടെ ടെക്സ്റ്റ് ബുക്ക് എങ്ങനെയാണ് വായിക്കേണ്ടതെന്നുള്ളത്. കാരണം ഇത് മിസ്സ് പറയുന്നത് വെറുതെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയല്ല. ഇത് ഞാനും ഇപ്പം കുറച്ച് കാലങ്ങളായിട്ട്, കുറച്ച് വർഷങ്ങളായിട്ട് നിങ്ങളെ പഠിപ്പിക്കാനൊക്കെ തുടങ്ങിയിട്ട് അപ്പം ഓരോ തവണ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത്, ഇപ്പം നീറ്റിനായാലും അല്ലാതെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് മിസ്സും NCERT വായിക്കാറുണ്ട്. അപ്പം ഓരോ തവണ വായിക്കുമ്പോഴും നമുക്ക് NCERTയിൽ നിന്ന് കിട്ടുന്ന പുതിയ പുതിയ കാര്യങ്ങൾ, അത് നമ്മൾ ഫസ്റ്റ് റീഡിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് ഇതിനകത്ത് ഇത്രയധികം കാര്യങ്ങളുണ്ടായിരുന്നോ എന്ന് നമുക്ക് മനസ്സിലാവാം. കാരണം ഇത് ജസ്റ്റ് ഒരാൾ ചുമ്മാ നോക്കുമ്പോൾ വിചാരിക്കും എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, ഇതിങ്ങനെ ഇരുന്ന് വായിച്ചു കഴിഞ്ഞാൽ NCERT റീഡിങ് കംപ്ലീറ്റ് ചെയ്തു എന്ന്. കാരണം നമ്മൾ ഇപ്പം ഫസ്റ്റ് ചാപ്റ്ററിന് എടുക്കുകയാണ്, +1 ഒരു ഫസ്റ്റ് ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ലിവിങ് വേൾഡ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് എന്തൊക്കെയോ വളരെ സിമ്പിളായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമ്മൾക്ക് ഇങ്ങനെ ഒരു കഥ കേൾക്കുന്ന പോലെ, ചിലപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടായിരിക്കും നമ്മളിതിങ്ങനെ വായിച്ചു പോകുന്നത്. അപ്പോൾ ആ രീതിയിലാണ് എൻ്റെ മക്കൾ വായിക്കുന്നതെന്നുണ്ടെങ്കിൽ അതല്ല ഒരു നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ട ഒരു നീറ്റ് ആസ്പിറൻ്റ് NCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കേണ്ട രീതി. കാരണം ഈ NCERT ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ബയോളജിയുടെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങളുടെ ഈ ഒരു +2 ലെവലിൽ എന്ന് മിസ് പറയും. കാരണം ഇത് ഇത്രയും ചാപ്റ്റേഴ്സ് ഈ ഒരു കുഞ്ഞു ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ അതിനകത്തുള്ള ഓരോ ലൈനും എന്ന് പറയുന്നത് ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു കഥ വായിക്കുന്നത് പോലെയാണ് നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് മനസ്സിലാക്കാത്തിടത്തോളം നമുക്ക് ആ കോൺസെപ്റ്റ് ക്ലിയർ ആവാൻ പറ്റില്ല. കാരണം ഇത് എനിക്ക് മനസ്സിലായത്, ചില സമയത്ത് ഇങ്ങനെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി നോക്കുന്ന സമയത്തായിരിക്കും, നിങ്ങളിങ്ങനെ പഠിപ്പിക്കുന്ന സമയത്ത് പല ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിക്കുമല്ലോ, നിങ്ങൾ ഡൗട്ട്സൊക്കെ ചോദിക്കുന്ന സമയത്താണ് നമ്മൾ ആലോചിക്കുക ഇത് ഇങ്ങനെയാണ്, ഇത് NCERTയിൽ പറഞ്ഞിട്ടുണ്ടോ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിന് വേണ്ടിയിട്ട് വീണ്ടും NCERT വായിക്കുമ്പോൾ ഇത് ഓൾറെഡി NCERTയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നും. അപ്പം NCERTനെ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയെങ്കിൽ നിങ്ങളുടെ ഒരു 98% ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഈ NCERT നിങ്ങളുടെ നീറ്റ് എക്സാമിൽ വലിയ ചേഞ്ചസ് വരുത്തും, നിങ്ങളുടെ റാങ്കിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്തും. സോ എങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു NCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കേണ്ടത് എന്നാണ് മിസ് പറയാൻ പോകുന്നത്. സോ എൻ്റെ കുട്ടികളെല്ലാവരും ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ നോക്കുക. കാരണം ഇത് മിസ്സിൻ്റെ തന്നെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ കൂടിയാണ്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മളുടെ NCERTയിൽ ഇപ്പം ഇത് മിസ് ഒരു എക്സാമ്പിൾ എടുത്തു എന്നേ ഉള്ളൂ. ഇതിപ്പോൾ കിങ്ഡം പ്രൊട്ടസ്റ്റയുടെ ഒരു എക്സാമ്പിളാണ് മിസ് എടുത്തത്. അപ്പോൾ കിങ്ഡം പ്രൊട്ടസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലാജലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, ഈ ഒരു പേജിൽ ഇത്രേ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ വായിച്ചു പോവുകയാണെങ്കിൽ ഇങ്ങനെ വായിച്ചു എത്ര തോനെ ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴും നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പം അത് വെറുതെ വായിക്കാതെ ഈ NCERTയിലുള്ള ഓരോ പോയിൻറ്റ്സിനെയും നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിനെ നമ്മൾ ചെറുതായിട്ടൊന്ന് കൺവേർട്ട് ചെയ്യുക. NCERT ടെക്സ്റ്റ് ബുക്ക്, NCERT ടെക്സ്റ്റിന് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അതിനെ സിമ്പിൾ പോയിൻറ്റ്സ് ആക്കി കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഫ്ലോ ചാർട്ടായിട്ട് കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതൊരു ഡയഗ്രാം വരച്ച് കൺവേർട്ട് ചെയ്യുക. അതിൽ ഓരോ പോയിൻറ്റ്സും നിങ്ങൾ ഈ രീതിയിലേക്ക് മാറ്റുകയാണെങ്കിൽ നിങ്ങളത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് കുറേ മക്കൾ, ചിലപ്പം ചില ആൾക്കാർക്ക് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള നോട്ട്സ് പഠിക്കാനായിരിക്കും ഇഷ്ടം. പക്ഷേ കുറേ ആൾക്കാർ മിസ്സിനോട് പറഞ്ഞിട്ടുള്ളത് മിസ് എനിക്ക് സ്വന്തമായിട്ട് നോട്ട് എഴുതിയാൽ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന സമയത്ത് വെറുതെ വായിച്ചു പോവാതെ ഇതിനെ ബേസ് ചെയ്തൊരു നോട്ട് കൂടി ഉണ്ടാക്കുകയാണെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. പക്ഷേ കുറേ പേര് എങ്ങനെയാണ് നോട്ട് ഉണ്ടാക്കുക, ഈ സെയിം സാധനം വായിച്ചിട്ട് അത് തന്നെ നോട്ടിലേക്ക് പകർത്തും. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒത്തിരി ടൈമും വേസ്റ്റ് ആവും. അതുമാത്രമല്ല, അതുകൊണ്ട് എന്താ കാര്യം, ടെക്സ്റ്റിലുള്ള സെയിം സാധനം നിങ്ങൾ കോപ്പി ചെയ്ത് വെക്കുന്നു, ഒരു കാര്യമില്ല. ആൻഡ് ചില ആൾക്കാർ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ലെക്ചർ നോട്ട് എഴുതും. പക്ഷേ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് വായിച്ചാൽ തന്നെ മനസ്സിലാവില്ല ഇതെന്താ ഞാനിതുകൊണ്ട് ഉദ്ദേശിച്ചത്. നിങ്ങളിപ്പോൾ ഒരു ക്ലാസ് കണ്ടുകൊണ്ടാണ് നോട്ട് എഴുതുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്താണ് ഉദ്ദേശിച്ചതെന്ന് പിന്നീട് നോക്കിയാൽ മനസ്സിലാവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, മിസ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പോൾ കിങ്ഡം പ്രൊട്ടസ്റ്റയുടെ തന്നെ മിസ് ഒരു ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതാണ് ഇത്. മിസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കിങ്ഡം പ്രൊട്ടസ്റ്റിനെ ഒരു ഫ്ലോ ചാർട്ട് പോലെ അല്ലേ, ഒരു ഡയഗ്രാം പോലെ ആക്കി, ഡയഗ്രാം അല്ല ഒരു ഫ്ലോ ചാർട്ട് പോലെ ആയിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ക്രൈസോഫൈറ്റ്സിന് എടുത്തു കഴിഞ്ഞാൽ അവിടെ എല്ലാ മെയിൻ പോയിൻറ്റ്സും NCERTയിലെ ഓരോ ലൈനും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഡൈനോഫ്ലാജലേറ്റ്സിന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അതുണ്ട്.
അങ്ങനെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മളത് മനസ്സിലാക്കിയെങ്കിലേ നമുക്ക് ഈ രീതിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കാര്യം. ഓക്കെ, അങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഇത് വായിക്കുമ്പോൾ മനസ്സിലാവുകയും ചെയ്യും. നിങ്ങളുടെ NCERT കുറച്ചുകൂടി നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങും. എന്ന് വെച്ചാൽ ബുക്ക് ഒതുങ്ങുന്നുണ്ടെന്നല്ല, നിങ്ങൾക്ക് വായിക്കുമ്പോൾ കുറച്ചുകൂടി ഈസിയാവും. സോ ആ രീതിയിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ NCERT വായിക്കുമ്പോൾ ചെയ്യാൻ വേണ്ടി നോക്കുക. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പം നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഇരുന്ന് വായിച്ച് പിന്നീട് നോട്ട് എഴുതി അങ്ങനെ ആകുമ്പോഴാണ് എൻ്റെ മക്കൾക്ക് ഒത്തിരി സമയം പോകുന്നത്. പകരം എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു ക്ലാസ് കണ്ടിട്ട്, ഇപ്പോൾ നിങ്ങൾ എക്സാമിന് നമ്മുടെ ബാച്ചിലർ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ ക്ലാസ് കണ്ടുകൊണ്ടായിരിക്കും പഠിക്കുന്നത്. അപ്പോൾ ക്ലാസ് കാണുന്ന സമയത്ത് ടീച്ചേഴ്സിൻ്റെ കൂടെ തന്നെ നോട്ട് എഴുതാൻ വേണ്ടി നോക്കുക. കാരണം അപ്പോൾ നിങ്ങൾക്ക് പറയുന്നത് നിങ്ങൾ ഒരു തവണ കേട്ടു, നിങ്ങളത് മനസ്സിലാക്കിയതിന് ശേഷമാണ് നിങ്ങൾ എഴുതുന്നത്. അതിനുശേഷം നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു മെമ്മറി ഒന്നുകൂടി കൂടി. ഒന്നാമത് നിങ്ങൾ ടീച്ചർ പറയുന്നത് കേട്ടു, രണ്ടാമത്തെ കാര്യം നിങ്ങളത് എഴുതി. പിന്നെ നമ്മൾ NCERT വായിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഇപ്പോൾ ടീച്ചർ പറയുന്ന സമയത്ത് ചിലപ്പോൾ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ കൂടെ നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ടാകും. അപ്പോൾ ആ കാര്യങ്ങൾ കൂടെ മനസ്സിൽ വെച്ചിട്ടായിരിക്കും നിങ്ങൾ NCERT വായിക്കുന്നത്. കാരണം NCERTയുടെ ഓരോ ലൈനിലും അതുണ്ട്, പക്ഷെ നമ്മളത് മനസ്സിലാക്കാതെ വായിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ വെള്ളത്തിൽ വരച്ച വര പോലെ പോകും. പക്ഷേ നിങ്ങൾ ഓരോ കാര്യം മനസ്സിലാക്കിയിട്ട് NCERT വായിക്കുമ്പോൾ അത് വേറെ തന്നെയായിരിക്കും. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ NCERT ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുമല്ലോ. അപ്പോൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് മനസ്സിലാവും അത് ഏത് ഏരിയയിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നുകിൽ നിങ്ങളുടെ നോട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ സൈഡിൽ എഴുതി വെക്കുക, ഇത് PYQയിൽ ചോദിച്ചിട്ടുള്ള ഏരിയ ആണ്. അപ്പോഴെന്താണെന്ന് വെച്ചാൽ നമ്മളെന്തായാലും NCERT ഒരു തവണ വായിച്ച എല്ലാം എനിക്ക് മനസ്സിലായി, ഞാൻ ഇത് മാറ്റി വെക്കുകയാണ്, അങ്ങനെയല്ലല്ലോ ചെയ്യുക. പല തവണ NCERT വായിക്കും. കാരണം നിങ്ങളുടെ +1 +2 ജേർണിയിൽ ഈ ഒരു NCERT ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, അപ്പോൾ PYQ വന്നിട്ടുള്ള ഭാഗമാണെങ്കിൽ ഒന്നെങ്കിൽ ആ ഒരു ഏരിയ എടുക്കുക, എന്നിട്ട് ഇപ്പോൾ ഇവിടെയാണ് ഈ ടോപ്പിക്കിലാണ് വന്നിട്ടുള്ളെങ്കിൽ ഇവിടെ PYQ എന്ന് എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് പിന്നീട് വായിക്കുമ്പോൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാനിത് കുറച്ചുകൂടി ശ്രദ്ധിച്ച് വായിക്കണം. അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യുക, ഇപ്പോൾ പല തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവും സെയിം ഏരിയയിൽ നിന്ന്. ചിലപ്പം +2ൻ്റെയൊക്കെ എടുക്കുകയാണെങ്കിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ആ ഒരു ആക്സസറി ഡക്സിൻ്റെ ഏരിയയിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്കതേ ഒരു പ്രാവശ്യം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടു, അപ്പോൾ അവിടെ നമ്മളൊരു വരയിട്ടു PYQ വന്നിട്ടുണ്ട്, PYQ. പിന്നീട് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതേ ഏരിയ വീണ്ടും ഒരു വരയിടുക, അതേ ഏരിയ വീണ്ടും ഒരു വരയിടുക, അതേ ഏരിയ വീണ്ടും ഒരു വരയിടുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര തവണ അത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ പിന്നീട് NCERT വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്, കുറച്ചുകൂടി ശ്രദ്ധിച്ച് വായിക്കണം. അപ്പോഴായിരിക്കും കുറേ പേര് പറയണം, മിസ് അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഇമ്പോർട്ടൻ്റ് ആണോ? മക്കളെ, ഈ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ, നിങ്ങൾ സീരിയസ് ആയിട്ട് നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ എന്തായാലും ഇതിൻ്റെ ഒരു കോപ്പി, ഒരു ലേറ്റസ്റ്റ് എഡിഷൻ തന്നെ നിങ്ങളുടെ കയ്യിൽ വെക്കുക, എന്തായാലും ഉണ്ടായിരിക്കണം. അതായത് ഒരു കാരണവശാലും ഒരു 5-6 കൊല്ലം മുമ്പത്തെ NCERT നിങ്ങൾ വാങ്ങിക്കരുത്. ഒരു 1 ഇയർ ബിഫോർ ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ എപ്പോഴും ലേറ്റസ്റ്റ് NCERT ആണ് നമ്മൾ പ്രിഫർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു കോപ്പി ഇല്ല എന്നാണെങ്കിൽ എത്രയും പെട്ടെന്ന് അത് നിങ്ങളുടെ കയ്യിലെത്തിക്കാം. ഓക്കെ, അതുമല്ല ബുദ്ധിമുട്ടാണ് വാങ്ങിക്കാൻ എന്നാണെങ്കിൽ നിങ്ങൾക്ക് NCERTയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് +1ൻ്റെയും +2ൻ്റെയും PDF ഫോമിൽ കിട്ടും, ലേറ്റസ്റ്റ് എഡിഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അത് ഫോണിലാക്കിയിട്ട് ഉപയോഗിക്കാം, അങ്ങനെ ആയാലും കുഴപ്പമില്ല. പക്ഷേ ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തൊരു കളിയില്ല. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് മസ്റ്റാണ്. ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷനാണ് പ്രിഫർ ചെയ്യുന്നത്. ഒരു കാരണവശാലും 5-6 കൊല്ലം മുമ്പത്തതോ 2-3 കൊല്ലം മുമ്പത്തതോ ഒന്നും ഉപയോഗിക്കരുത്. റെഡി. ഇനി നമ്മളുടെ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്തു, നിങ്ങൾ ക്ലാസ് നോട്ട്സ് പ്രിപ്പയർ ചെയ്തു, ടീച്ചറിൻ്റെ കൂടെ തന്നെ ക്ലാസ് കണ്ട് പ്രിപ്പയർ ചെയ്തു, ദെൻ നമ്മൾ റിവൈസ് ചെയ്തു. അതിനുശേഷം NCERT വായിക്കുന്ന സമയത്ത് നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കുക, യെസ് എനിക്കിത് മനസ്സിലാവുന്നുണ്ടോ, അതായത് ഞാൻ നേരത്തെ വായിച്ചതുപോലെയാണോ വായിക്കുന്നത്. അതുമല്ല, നിങ്ങൾ ഫ്യൂച്ചർ റീഡിങ്ങിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എപ്പോഴും ഒരു സെൻറ്റൻസ് എടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിനെ ക്വസ്റ്റ്യൻ ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് ഫസ്റ്റ് നമ്മളൊരു NCERT വായിച്ചിട്ടുണ്ടാകും, അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ക്ലാസ് കാണുന്നത്. ക്ലാസ് കണ്ട് നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് പിന്നീട് NCERT വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അതിനകത്തുള്ള കണ്ടൻറ്റ് അറിയാം. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ അതിനോട് ക്വസ്റ്റ്യൻ ചോദിക്കുക, ഇത് എന്താണ്. ഇപ്പോൾ ഒരു യൂണിറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുക എന്താണ് ഇതിൻ്റെ യൂണിറ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സിസ്റ്റോളിക് പ്രഷർ എത്രയാണ്, വാട്ട് ഈസ് ദ യൂണിറ്റ്. അങ്ങനെ ഓരോ ലൈൻ കാണുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, നമ്മളോട് തന്നെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നിങ്ങൾ ഒന്നിലധികം തവണ NCERT വായിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ നമ്മളെല്ലാവരും എപ്പോഴും
അല്ലേ? നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന സമയത്ത് നിങ്ങളോട് എല്ലാവരും പറയാറുണ്ട് നിങ്ങളുടെ സൈഡിൽ എഴുതി വെക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ്, ഹൈലൈറ്റേഴ്സ് ഉപയോഗിച്ച് ഹൈലൈറ്റ് ചെയ്യുക, പല കളേഴ്സ് ഉപയോഗിക്കുക. അത് നല്ലതാണ് മക്കളെ. പക്ഷേ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇതേപോലെ ഹൈലൈറ്റ് ചെയ്ത് വെക്കരുത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാവണേ? നിങ്ങൾ ചിലപ്പോൾ വായിക്കുന്ന ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ കംപ്ലീറ്റ് ഓരോ ലൈനും ഇങ്ങനെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം അത് ഫസ്റ്റ് ടൈം റീഡിങ്ങിൽ കുഴപ്പമില്ല, നമുക്കൊരു രസമൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ വായിച്ച് കഴിഞ്ഞ് ഒരു സാറ്റിസ്ഫാക്ഷനൊക്കെ കിട്ടും. പക്ഷേ രണ്ടാമത്തെ തവണ വായിക്കുന്ന സമയത്ത് കളർ വന്നു എന്നല്ലാതെ അതിന് പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാം ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ മിസ് എന്താ പറയണേ, ഹൈലൈറ്റേ ചെയ്യണ്ട, അങ്ങനെയാണോ? അങ്ങനെയല്ല, നമ്മൾ ഹൈലൈറ്റ് ചെയ്യണം. എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യാം? ഇപ്പോൾ സയൻറ്റിസ്റ്റിൻ്റെ നെയിം, അത് നമ്മൾ ഓർത്തിരിക്കുന്ന ഒരു നെയിമാണെങ്കിൽ നമുക്ക് സയൻറ്റിസ്റ്റിൻ്റെ നെയിം ഹൈലൈറ്റ് ചെയ്യാം. എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റ് ആണോ, എന്തെങ്കിലും ന്യൂമറിക്കൽസ് ആണോ, അതായത് ഇപ്പം ഇത്ര ml ഇത്ര കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്പർ ഉണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹൈലൈറ്റ് ചെയ്യാം. എന്തെങ്കിലും യൂണിറ്റ് ആണോ, അത് നിങ്ങൾ മറന്നു പോകാൻ സാധ്യതയുള്ളതാണോ, ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ എൻ്റെ മക്കൾക്ക് ഹൈലൈറ്റ് ചെയ്യാം. അപ്പം ഇതൊക്കെ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഇപ്പോൾ നമ്പർ, ഇപ്പോൾ നിങ്ങൾ എത്രയാണ് RBCയുടെ കൗണ്ട് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എത്രയായിരുന്നു, അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ആ ഭാഗം ഇപ്പോൾ 5 to 5.5 മില്യൺ ആണെങ്കിൽ യെസ് അത് ഹൈലൈറ്റഡ് ആയിട്ട് അവിടെ ഇരിപ്പുണ്ട്. ബൈനോമിയൽ നോമൻക്ലേച്ചർ ആരാണ് പ്രപ്പോസ് ചെയ്തത്, യെസ് സയൻറ്റിസ്റ്റിൻ്റെ പേര് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് അത് കാണാനും നമ്മൾ മറന്നു പോകാൻ സാധ്യതയുള്ളതാണ്. അല്ലാതെ ഒരു കോൺസെപ്റ്റ് മുഴുവൻ ഇരുന്ന് വായിക്കുന്നതിൻ്റെ കൂടെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യരുത്, അത് നിങ്ങളുടെ ഫർദർ റീഡിങ്ങിന് ബുദ്ധിമുട്ടുണ്ടാക്കും. ഓക്കെ, സോ ഹൈലൈറ്റ് ചെയ്യുക. എന്തൊക്കെ ചെയ്യാം, ഇങ്ങനത്തെ ഫാക്റ്റ്, എന്തെങ്കിലും ന്യൂമറിക്കൽസ്, അങ്ങനത്തെ യൂണിറ്റ്, അതൊക്കെ നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യാം. അല്ലാതെ ത്രൂ ഔട്ട് കംപ്ലീറ്റ് ടെക്സ്റ്റ് ബുക്ക് ഇരുന്ന് ഹൈലൈറ്റ് ചെയ്യരുത്. പിന്നീട് എൻ്റെ മക്കളെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്, മിസ് നിങ്ങൾക്കൊരു പിക്ചർ കാണിച്ചു തരാം. ഇത് നോക്കിക്കേ, ഇത് നമ്മുടെ ആനിമൽ കിങ്ഡത്തിലെ നമ്മുടെ വേർട്ടബ്രേറ്റ എന്ന് പറയുന്ന ഒരു ബോക്സ് ഒക്കെ ഇവിടെ ഉണ്ട്. അത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതൊരു കുട്ടിയുടെ ടെക്സ്റ്റ് ബുക്കാണ്. ഇത് മിസ് അറിയുന്ന ആളുടെ നല്ല ഗൂഗിളിലുള്ളൊരു ഫോട്ടോ ആണ്. അപ്പോൾ ഇവിടെ അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സൈഡ് ഏതാണ്, ടെക്സ്റ്റ് ബുക്കിൻ്റെ സൈഡ് ഏതാണ്, പിക്ചർ ഏതാണ്, കണ്ടൻറ്റ് ഏതാണ്, ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ ഫുള്ള് എഴുതി വെച്ചിരിക്കുക. ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പം നമ്മൾ ഫർദർ റീഡിങ്ങിലാണ് ഇത് നിങ്ങളെ ബുദ്ധിമുട്ടിരിക്കുക. ഫസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഞാനെല്ലാം ഓർത്തെടുത്തെടുത്തെടുത്ത് എഴുതിയിട്ടുണ്ട്, ശരിയാണ്, എല്ലാം കിട്ടി. പക്ഷേ ഫർദർ നിങ്ങൾ NCERT റീഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തിൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ബുദ്ധിമുട്ടാവും. അതായത് NCERTയിൽ പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങൾക്ക് വായിക്കുന്നതിൽ നിന്ന് നിങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്യിക്കും ഈ പറയുന്ന കാര്യങ്ങൾ. അപ്പം NCERT ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ റൈറ്റിങ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യില്ല. ഭൂരിഭാഗം പേരെ ഹെൽപ്പ് ചെയ്യില്ല. ചിലർക്ക് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആവാറുണ്ട്, എല്ലാവരെയും ഇല്ല എന്ന് മിസ് പറയുന്നില്ല. പക്ഷേ മിക്കവാറും പേര് എന്താണ്, NCERT റീഡിങ്ങിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യിക്കുന്ന പോയിന്റിലേക്കായിരിക്കും ഇത് കൊണ്ടുപോവുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഈ രീതിയിൽ ഉണ്ടോ, ഈ രീതിയിൽ ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ NCERT കണ്ടൻറ്റ് ചെയ്ത് നിങ്ങൾ എഴുതിയത് ഏത് എന്ന് മനസ്സിലാകാത്ത രീതിയിൽ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ഒരു സ്റ്റിക്കി നോട്ട് എന്തെങ്കിലും വെച്ചിട്ട് അതിനകത്ത് എഴുതി വെക്കാം, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ട്ബുക്ക് ഉണ്ടല്ലോ, നമ്മളെപ്പോഴും ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നതിന് കൂടെ നിങ്ങളുടെ നോട്ട് കയ്യിൽ തന്നെ വെക്കാം, നോട്ടിൽ എഴുതാം, സിമ്പിൾ. ഓക്കെ, അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. പിന്നെ എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ NCERT വായിക്കുമ്പോൾ NCERTയുടെ എന്താണോ മെയിൻ പോയിൻ്റ് അവിടുന്ന് മുതലല്ല നിങ്ങൾ വായിക്കേണ്ടത്. എല്ലാവരും എപ്പോഴും വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ്, ഇവിടെയാണല്ലോ എൻ്റെ ടോപ്പിക്, ഇത് റൂട്ട്. ഇപ്പോൾ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണെങ്കിൽ റൂട്ടിലാണ് എൻ്റെ ടോപ്പിക് തുടങ്ങുന്നത്, ഞാൻ അവിടുന്ന് മുതൽ വായിക്കാം. അത് ചെയ്യരുത്. അതായത് നമുക്കിപ്പോൾ പല യൂണിറ്റ്സ് തുടങ്ങുമ്പോഴും ഇവിടെ നമുക്ക് സയൻറ്റിസ്റ്റിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ടാവും, അത് നിങ്ങൾ തീർച്ചയായിട്ടും വായിച്ചിരിക്കണം. കാരണം അത് NCERT ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. അതിനിവിടെ ഒരു ഇൻട്രൊഡക്ഷനൊക്കെ തന്നിട്ടുണ്ട്, അത് നിങ്ങൾ തീർച്ചയായിട്ടും വായിച്ചിരിക്കണം. അപ്പോൾ അത് മാത്രം വായിച്ചാൽ മതിയോ? അത് മാത്രം പോരാ, നമ്മൾ എന്ത് ചെയ്യണം, സമ്മറി ചെക്ക് ചെയ്യണം. കാരണം പല പോയിൻറ്റ്സും സമ്മറിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പല പോയിൻറ്റ്സും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ലാസ്റ്റ് ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു സമ്മറി പോലെ കൊടുക്കാറില്ലേ മക്കളെ, ആ സമ്മറി എന്ന് പറഞ്ഞാൽ അത് NCERT ടെക്സ്റ്റ് ബുക്കിലുള്ളതല്ലേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെപ്പോഴാണ്, ഇത് ഞാൻ പഠിച്ച ടെക്സ്റ്റ് ബുക്കിലില്ലല്ലോ, പക്ഷേ സമ്മറിയിൽ കൊടുത്തിട്ടുണ്ടോ. റെഡി? അപ്പോൾ സമ്മറി വായിക്കാൻ ഒരു കാരണവശാലും എൻ്റെ മക്കൾ വിട്ടുപോകരുത്. ആൻഡ് അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും ലാസ്റ്റായിട്ട് NCERT എക്സസൈസ് എന്ന് പറഞ്ഞൊരു സെഷൻ ഉണ്ട്. അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, എന്താണ് അവിടെ പറയുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ NCERT റീഡിങ് ബെറ്റർ ആകും.
പിന്നെ നിങ്ങൾ ഈ NCERT വായിച്ചു കഴിഞ്ഞാൽ NCERT റീഡിങ് നിങ്ങളുടെ ഒന്നും നല്ല അടിപൊളിയായി എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ഫീൽ കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അതും NCERT ബേസ്ഡ് ആയിട്ടുള്ള ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ബുക്സ് വാങ്ങിക്കാം ഇത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അതല്ല നിങ്ങൾ നമ്മുടെ ബാച്ചിലുള്ള മക്കളാണെങ്കിൽ നിങ്ങൾക്ക് NCERT ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എല്ലാം തന്നെ നമ്മളുടെ DPP ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലം എന്ന് പറയുന്ന DPPയിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ബാച്ചിലുള്ള മക്കളാണെങ്കിൽ സെപ്പറേറ്റ് ബുക്സ് ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അവിടെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്, അത് പ്രാക്ടീസ് ചെയ്യുക. ഇനി അതല്ല ബാച്ചിൽ ഇല്ലാത്ത മക്കളാണെങ്കിൽ നിങ്ങളൊരു സെപ്പറേറ്റ് ബുക്ക് വാങ്ങിച്ച് നിങ്ങളുടെ റീഡിങ് പെർഫെക്റ്റ് ആയോ, എന്താണ് NCERT ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായോ എന്നൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബുക്ക് വെച്ച് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ രീതിയിൽ എൻ്റെ മക്കളൊന്ന് ടെക്സ്റ്റ് ബുക്ക് വായിച്ച് നോക്കുക, നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മിസ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം. പിന്നെ നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഓഫ് വീഡിയോസ് ആണ് വേണ്ടതെന്നുള്ളതും കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ നമുക്ക് ആ രീതിയിൽ, അപ്പോൾ നിങ്ങൾക്ക് മോട്ടിവേഷനാണോ അല്ല നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചാണോ അറിയാൻ താല്പര്യം, എല്ലാം നമ്മൾ ഡീൽ ചെയ്യുന്നതായിരിക്കും. അതേപോലെ നിങ്ങൾക്കിപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം മിസ് പറഞ്ഞു DPP ഒക്കെ നമ്മുടെ ബാച്ചിലുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് നിങ്ങൾക്ക് കോൺസെപ്റ്റൊക്കെ ക്ലിയർ ചെയ്ത് ഇപ്പോൾ ക്ലാസ്സൊക്കെ കണ്ട് നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ.